ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിതാ ഒരു സിമ്പിൾ കടല വറുത്ത റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതിപ്പോൾ ഇതിനെ കടല വറുത്ത റെസിപ്പി ഇത് എല്ലാവർക്കും അറിയുന്നതല്ലേ. പക്ഷെ നമ്മൾ ടൈമൊക്കെ എടുത്ത് സ്റ്റൗവിലൊക്കെ വെച്ച് നമ്മൾ വറുത്ത് മണലൊക്കെ ഇട്ട് വറുക്കുന്നവരുണ്ട്, ഉപ്പിട്ട് വറുക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ വറുത്തിട്ട് കുറേ ടൈമൊക്കെ എടുത്ത് പകുതി കരിഞ്ഞു പകുതി നല്ലത് അങ്ങനെയൊക്കെയല്ലേ നമുക്ക് കിട്ടുക. ഇത് അതൊന്നും ഇല്ലാണ്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കടല വറുത്തെടുക്കാം. ഇതേ ബൗളിൽ തന്നെയാണ് ഞാൻ വറുത്തെടുത്തത് കേട്ടോ. മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ടോട്ടൽ ടൈം ഉപ്പൊക്കെ ഇട്ട് നനച്ചൊക്കെ വെച്ചിട്ട് എല്ലാം കൂടെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കടല വറുത്തെടുക്കാം. അപ്പം എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. സിമ്പിളാണ്, നല്ല അടിപൊളി കടലയാട്ടോ. കണ്ടോ, പൊടിയെന്ന് വേണ്ട. ഇതിപ്പം ചൂടുണ്ട്, കുറച്ചുകൂടെ ചൂട് തന്നെയാണ്ട് അപ്പോഴേക്ക് പെർഫെക്റ്റ് ആവും. ഓക്കെ, അപ്പം ഞാനിതാ നല്ല പച്ചക്കടല 1 കപ്പ് എടുത്തിട്ട് ഒരു ബൗളിലിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ ഉപ്പൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ആ ഉപ്പൊന്ന് കടലയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് വറുത്തെടുക്കല്ലല്ലോ ചെയ്യുന്നത്. വറുത്തെടുക്കുമ്പോൾ വറുത്തെടുക്കുമ്പോൾ ഉപ്പ് നല്ലോണം പിടിക്കും. അത് ഉപ്പ് വെള്ളത്തിൽ നമുക്ക് കുറച്ച് സമയം ഒരു അരമണിക്കൂറൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നാൽ മാത്രമേ കടലക്ക് ഉപ്പുണ്ടാവുള്ളൂ. കുറച്ച് ഉപ്പ് മതി, കുറച്ച് വെള്ളം. ഓക്കെ, എന്നിട്ട് നമുക്ക് മൈക്രോവേവ് ചെയ്യാം. ഓക്കെ, ഞാനൊരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പ് ഇട്ടതാണ്. ഉപ്പ് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പിട്ട് ആ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 സ്പൂൺ വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഉപ്പ് കുറയ്ക്കേണ്ടിയവർക്ക് കുറച്ചിടാം, കൂട്ടേണ്ടിയവർക്ക് കൂട്ടിയിടാം, അങ്ങനെയൊക്കെ ചെയ്യേ. ഇതൊന്ന് ഇവിടെ മാറ്റി വെക്കട്ടെ. ഇനി ഇതാ ഞാൻ മൈക്രോവേവിലേക്ക് അതേപോലെ കൂട്ടിയിടരുത്, ഒന്ന് നമ്മൾ ഒരു വട്ടുള്ള പാത്രം എടുത്തിട്ട് അതിലൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഹൈ പവറിൽ ഒരു 3 മിനിറ്റ്സ് ആദ്യം വെക്കുക. ഓക്കെ, ആ 3 മിനിറ്റ്സ് 3 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് ഇപ്പം ആയി ഉണ്ടാവില്ല. ഓക്കെ, അത് നന്നായിട്ടൊന്ന് നമുക്ക് പുറത്തെടുക്കണേ എടുക്കാം, ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗവും. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്നിട്ട് ഓരോ ഓവൻ അനുസരിച്ചിട്ടും ടൈം മാറും കേട്ടോ. ഒരു 6 മിനിറ്റ്, ചില കുറച്ച് പഴക്കമുള്ള ഓവനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 8 മിനിറ്റ് വരെ, അതിലും കൂടുതൽ എന്തായാലും പോകില്ല കേട്ടോ. അപ്പം എന്ത് ചെയ്യണമെന്നറിയോ, ഒരു 2 മിനിറ്റ് ആക്കുക, അല്ല ആദ്യം ഒരു 3 മിനിറ്റ് ഇടുക, പിന്നെ ഒരു 2 മിനിറ്റ് ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഒന്ന് നോക്കുക, മാക്സിമം നിങ്ങൾക്കൊരു 8-10 മിനിറ്റിൻ്റെ ഉള്ളിൽ കടല വറുത്താവും. അല്ലാണ്ട് എത്ര പണിയെടുക്കണം അല്ലേ നമ്മൾ കടല അല്ലാതെ വറുത്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഒരു 2 മിനിറ്റ് കൂടെ വെക്കട്ടെ. അപ്പോൾ അതാട്ടോ ഒരു 2 മിനിറ്റ് കൂടെ വെച്ച്. അപ്പോൾ ഇതാ മെല്ലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് എടുത്താണ്. അപ്പോൾ ഞാൻ നോക്കി, ചെറിയ ആയി വരുന്നുണ്ട്. ജസ്റ്റ് ഒരു 1 മിനിറ്റ് കൂടെ വെക്കട്ടെ, അങ്ങനെ മതി കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇതാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 1 മിനിറ്റ് കൂടെ വെച്ച് ഓഫ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ തന്നെ കുറച്ച് സമയം വെച്ചാൽ നല്ല അടിപൊളി വറുത്ത കടലാവേ. അപ്പോൾ ഇതാ കണ്ടോ, നമ്മളെ കടല ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോഴും ചൂടുണ്ട്. ചൂട് തണിയുമ്പോഴേക്ക് ഒന്നുകൂടെ ആവും. ഇപ്പം ഇങ്ങനെ ആയാൽ മതിയാ, അല്ലെങ്കിൽ എന്താവുന്നറിയോ, കരിഞ്ഞു. ചൂട് തണിയുമ്പോഴേക്കിനും നല്ല പെർഫെക്റ്റ്. എനിക്ക് എൻ്റെ ഓവനിൽ 6 മിനിറ്റ്, ആദ്യം 3 മിനിറ്റ് വെച്ചു, പിന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് വെച്ചു, പിന്നെ ഒരു മിനിറ്റ് കൂടെ വെച്ചു. അത്രേ ചെയ്തിട്ടുള്ളൂ. നല്ല അടിപൊളി കടല വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഈസിയാണ്, കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും അല്ലേ. അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.